കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു. ആശുപത്രി അധികൃതർ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാക്കാതെ വന്നതോടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കും. കുമളി 6 മൈൽ സ്വദേശി നെല്ലിക്കൽ സേവ്യറിന്റെയും ടിനുവിന്റെയും ആൺകുഞ്ഞാണ് കഴിഞ്ഞ 10-ാം തീയതി പ്രസവ ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സേവ്യറിന്റെ ഭാര്യ ടിനുവിന് അവസാനവട്ട സ്കാനിങ്ങിനായി കുമളിയിലെ സെന്റ് അഗസ്റ്റിൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത്. പിന്നാലെ ടിനുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ആയിരുന്നു നിർദ്ദേശം. 10-ാം തീയതി രാവിലെ ടിനുവിന് അസ്വസ്ഥത ഉണ്ടാവുകയും പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞതായും കണ്ടെത്തി. ഇതേ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. കുഞ്ഞിനെ മരിച്ച നിലയിലാണ് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെടുത്തതെന്ന് പിന്നീട് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. 10-ാം തീയതി വൈകിട്ടോടെ കുമളി ലൂർദ് മാതാ പള്ളിയിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. കുഞ്ഞിന്റെ മരണകാരണം എന്തെന്ന് ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി നൽകാതെ വന്നതോടെയാണ് മാതാപിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ നമ്മൾ പറഞ്ഞത്, പക്ഷെ അതിന് വ്യക്തമായ കാര്യം പറയുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. മരണകാരണം എന്താണ്? മരണകാര്യം റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്, പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് അവർ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്ക് ഒഴിഞ്ഞു മാറുകയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്നു അവരോട്. നമ്മുടെ ഒരു ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണം മാത്രം അറിഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ ഒപ്പിട്ടു. മോനവിടെ ചെന്നപ്പോൾ ഇവർ ഒപ്പിടിച്ച് കഴിച്ചു. പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് വരുമ്പോൾ കൊച്ചിന് ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ല എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കൊച്ചിന് മരിച്ചിട്ട് അവർ ഒഴിഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ മരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് അന്ന് ഡോക്ടർ ഞങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഡോക്ടറോട് ഞങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്നില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ കൊച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനായിട്ടാണ്. ഈ ആശുപത്രി ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് അതിനകത്ത്. അതിന് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയാം. പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നാലെ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി തീരുമാനിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ഇടുക്കി ജില്ലാ സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നും പുലർച്ചെ വരെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായിരുന്നുവെന്നും പെട്ടെന്ന് ഇത് കുറഞ്ഞ് നിലയ്ക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. അന്നു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തങ്ങൾ നിർദ്ദേശിച്ചതായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നു. എങ്കിലും തരത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കുമളി.